തിരുവല്ലയ്ക്കടുത്തുള്ള കവിയൂർ തൃക്കാക്കുടി ഗുഹാക്ഷേത്രം മികച്ചൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിലുള്ള ഗുഹാക്ഷേത്രത്തിന് ചരിത്രപരമായി വളരെ പ്രാധാന്യമുണ്ട്. തൃക്കാക്കുടി ഗുഹാക്ഷേത്രത്തിലേക്ക് തിരുവല്ല മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും 8 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഗുഹാക്ഷേത്രത്തിന് ഒരു വരാന്തയുണ്ട്. അതിൽ ഒരു വശത്ത് ഗണപതിയുടെ ശില്പം കൊത്തിവച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് നടുക്ക് ഒരു ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. ഇതിന് 3 അടി ഉയരമുണ്ട്. പുരാതനമായ പല്ലവ ശൈലിയിലുള്ള ക്ഷേത്ര നിർമ്മാണം ഇവിടെ നമ്മൾക്ക് കാണാം. കേരളത്തിലെ ആദ്യകാല ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കുടി ക്ഷേത്രം. ഈ ഗുഹാക്ഷേത്രത്തിൽ ഗണപതി, മഹാഋഷി, ദ്വാരപാലകൻ എന്നിവരുടെ ശില്പങ്ങൾ കൊത്തിവച്ചിരിക്കുന്നു. AD 608 മുതൽ 850 വരെ നാട് ഭരിച്ചിരുന്ന പല്ലവ രാജവംശത്തിൻ്റെ കാലത്താണ് തൃക്കാക്കുടി ഗുഹാക്ഷേത്രം നിർമ്മിച്ചത്. തൃക്കാക്കുടിയുടെ ഇംഗ്ലീഷ് അർത്ഥം ഡിവൈൻ സ്റ്റോൺ ഹോം എന്നാണ്. ഗുഹയ്ക്ക് 8 അടി 6 ഇഞ്ച് ഉയരമുണ്ട്. കരിങ്കൽ തൂണുകൾക്ക് 8 അടി 8 ഇഞ്ച് ഉയരം കാണാം. 3 വാതിലുകൾ ഉള്ള ഗുഹാക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഭരണത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. 1965 മുതൽ തൃക്കാക്കുടി ഗുഹാക്ഷേത്രം സംരക്ഷിത സ്മാരകമാണ്. 2 ദ്വാരപാലകരിൽ ഒന്ന് തദ്ദേശീയനായ ഒരു പ്രധാനിയുടേതാണ്. ഒരു ഗദ അദ്ദേഹം കയ്യിൽ പിടിച്ചിരിക്കുന്നതായി കാണാം. ക്ഷേത്രത്തിനുള്ളിൽ സമചതുരാകൃതിയിൽ ഗർഭഗൃഹ ശിവലിംഗം ദീർഘചതുരാകൃതിയിലുള്ള പീഠത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. അതിവിശാലമായ പാറയുടെ ഒരു വശത്തുകൂടി ട്രെക്കിങ്ങിനുള്ള ഒരു പാതയുണ്ട്. അല്പദൂരം നമ്മൾ നടന്നാൽ റബ്ബർ തോട്ടത്തിൽ കാണാം. അതിന് വശത്തുകൂടി നമുക്ക് ഈ പാറയുടെ മുകളിലെത്താം. പാറയുടെ മുകളിൽ ഒരു ചെറിയ കുളം ഉള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ എത്തുന്ന സന്ദർശകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പരിമിതമായ സൗകര്യം ഉണ്ട്. ആൾക്കാർക്ക് ഇരിക്കാനുള്ള ചാരുബെഞ്ചുകളും ഒരുക്കിയിട്ടുണ്ട്.